ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. നമ്മൾ ഇതിനു മുന്നേ വറുത്തരച്ച സാമ്പാർ ചെയ്തിട്ടുണ്ട്. വറുത്തരച്ച സാമ്പാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പ്രോസസ്സല്ല. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സാമ്പാർ പൊടി ചേർത്തിട്ട് കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാർ. അപ്പോൾ കുറച്ച് ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ചെയ്യാമല്ലോ. അത് ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കും എളുപ്പമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾ ചെയ്യുന്നത്. സാമ്പാറിൽ മത്തങ്ങ ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇങ്ങനെ സാമ്പാർ പൊടി ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ആ സാമ്പാറിലിടുന്ന മത്തങ്ങയുടെ കഷ്ണങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മാക്സിമം മത്തങ്ങ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കാം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ സാധാരണ സാമ്പാർ ചെയ്യുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെ ശർക്കരയും എല്ലാം ചേർക്കുന്ന പോലെ തന്നെ ചേർത്തിട്ട് ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ റെഡിയാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ പ്രഷർ കുക്കർ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമുക്ക് സാമ്പാറിലേക്ക് ആദ്യം വേണ്ടത് പരിപ്പാണ്. നമ്മളിപ്പോൾ 1/2 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, മല്ലിയില, പിന്നെ എടുത്തിരിക്കുന്നത് കടുക്, കായം, ഉലുവ, ശർക്കര, വറ്റൽമുളക്, സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇതിൽ കടുകും ഉലുവയും വറ്റൽമുളകും നമുക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായപ്പൊടിക്ക് പകരം കായം ചേർക്കുകയാണെങ്കിൽ സാമ്പാറിന് ടേസ്റ്റ് കൂടും. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ പച്ചക്കറികൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഉള്ളി, മുരിങ്ങയ്ക്ക, തക്കാളി, മത്തങ്ങ, വെണ്ടയ്ക്ക, 2 പച്ചമുളക്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ചേർക്കുമ്പോൾ വഴുതനങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ വഴുതനങ്ങ ചേർക്കാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ എനിക്ക് സാമ്പാറിൽ ഇഷ്ടം ക്യാരറ്റും മത്തങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളി ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാറിന് ടേസ്റ്റ് കൂടും. ആദ്യം നമുക്ക് കുക്കറിലേക്ക് പരിപ്പും ഉള്ളിയും എല്ലാം ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കുക്കറിലേക്ക് ആദ്യം തൂരപ്പരിപ്പ് കഴുകിയത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് തൂരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, ഉള്ളി വലിയ ഉള്ളി ആയതുകൊണ്ട് ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ നാടൻ ഉള്ളിയാണ് കിട്ടുന്നതെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഉള്ളി അങ്ങനെ തന്നെ ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പിനും ഉള്ളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ആദ്യം ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായത്തിൻ്റെ കട്ട ചേർക്കുകയാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പീസ് കായാണ് ഇട്ട് കൊടുക്കുന്നത്. കായം പരിപ്പിൻ്റെ കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ സാമ്പാറിന് ടേസ്റ്റ് കൂടും. ഇതിലേക്ക് നമുക്ക് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം. ഇതിന് 2 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ആദ്യത്തെ 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ആ വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിലും കൂടി വരുന്നത് വരെ വേവിക്കുക. 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ വാളൻ പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ പുളി പിഴിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഇതെവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഇപ്പോൾ നമ്മുടെ കുക്കർ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. പരിപ്പും ഉള്ളിയും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. തൂരപ്പരിപ്പ് ആകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യണം എന്നില്ല. 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിൽ സോക്ക് ചെയ്യണം എന്നില്ല. ഇതുപോലെ നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ചില പരിപ്പുകൾ പിന്നെ വേവാൻ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാങ്ങിക്കുന്ന തൂരപ്പരിപ്പ് വേഗം തന്നെ കുക്കായി കിട്ടാറുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചക്കറികൾ, ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പച്ചക്കയും കൂടി കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങൾ വളരെ കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാനൊരു പച്ചക്കയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയ പീസ് മത്തങ്ങയാണ് കേട്ടോ. അധികം തൂക്കം പറയുകയാണെങ്കിൽ ഒരു 125 ഗ്രാം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മളെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്തു. ഇതിലേക്ക് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്ത പച്ചക്കയും കൂടി ചേർക്കാൻ പോവാണ്. പച്ചക്ക കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം, ഇല്ലെങ്കിൽ പച്ചക്കയുടെ കളർ മാറിപ്പോവും. ഇതെപ്പോഴും പച്ചക്കയുള്ള റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ പറയാറുള്ളതാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടി തന്നെയാണ് ചേർക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടിക്ക് കുറച്ച് ഫ്ലേവറും ഒക്കെ കൂടുതലുണ്ടാവും. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് സാമ്പാർ പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസം നമ്മളൊന്ന് സാമ്പാർ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം സാമ്പാർ പൊടിയുടെ ആ ഒരു ടേസ്റ്റ് കുറവാണെങ്കിൽ മാത്രം കുറച്ചുകൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം.
വീണ്ടും കുറച്ചുകൂടി വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കുക്കർ എടുത്തത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വലിയ കുക്കറിൽ തന്നെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാ കഷ്ണങ്ങളും വെന്തൊക്കെ വരുമ്പോൾ സാമ്പാർ പുറത്തേക്ക് തെറിച്ച് പോവാം. കുക്കറിൽ നിന്ന് ആ വെള്ളമൊക്കെ കൂടി കഴിയുമ്പോൾ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ സാമ്പാർ പൊടിയിൽ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് പൊടിച്ചതുകൊണ്ട് തന്നെ സാമ്പാർ പൊടിക്ക് നല്ല ഭംഗിയുള്ള ഒരു കളറുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളർ കൂടുതലാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയേക്കാൾ സാമ്പാർ പൊടിക്ക് ഇതിന് കളർ കൂടുതലാണ്. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. നമ്മളിനി പുളി ചേർത്തിട്ടില്ല. പുളി ഇതൊന്ന് കുക്കായി വരുമ്പോഴേ ചേർക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വറുത്തരച്ച സാമ്പാറിൽ നമ്മൾ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വേറെ സോട്ട് ചെയ്തിട്ടൊക്കെയാണ് ചേർത്തത് എണ്ണയിൽ. ഇത് അതുപോലെ ഒന്നുമില്ല. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക. മീഡിയം ഫ്ലെയിം ആയിരിക്കണം, ഹൈ ഫ്ലെയിം അല്ല, ലോ ഫ്ലെയിം അല്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കായി വരാൻ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങൾ ഉടഞ്ഞു പോകുകയുമില്ല, ആവശ്യത്തിന് കുക്കാവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു വിസിൽ വരട്ടെ. ഇപ്പോൾ നമ്മുടെ കുക്കർ വീണ്ടും ഒരു വിസിൽ വന്നതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോയി. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നന്നായി കുക്കായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് പുളി ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്കിതിൽ പുളി ചേർക്കാം. ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് പുളി ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ സാമ്പാറിൽ ചില കഷ്ണങ്ങൾ ചേനയൊക്കെ ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നതെങ്കിൽ ചേന വേവാൻ സമയം എടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ ചേന കൂടുതൽ സമയം എടുത്തിട്ടേ വേവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറികൾ വേഗം കുക്കായിട്ട് അതങ്ങ് ഉടഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പുളി അവസാനം ചേർക്കുന്നത്. ഇനി പുളി ചേർത്തിട്ട് സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമുക്ക് എത്ര ലൂസായിട്ടുള്ള സാമ്പാർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളിനി വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള സാമ്പാറാണ്. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പും ഉള്ളിയും ചേർത്ത് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള സാമ്പാർ നമുക്ക് കിട്ടും. അപ്പോൾ പരിപ്പിൻ്റെ കൂടെ ഉള്ളി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അത്രയും തിക്നെസ് ഉണ്ടാവില്ല കേട്ടോ സാമ്പാറിന്. ഉള്ളി നമ്മൾ മറ്റുള്ള വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്തിട്ടാണ് കുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു തിക്നെസ് സാമ്പാറിന് വരില്ല. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ചേർക്കാം. ശർക്കരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാറിൽ ചെറിയ മധുരം ഉള്ളതാണ് ടേസ്റ്റ്. പിന്നെ പുളിയാണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറയ്ക്കുക. പക്ഷെ ശർക്കര ചേർത്ത സാമ്പാറിനാണ് ടേസ്റ്റ് കൂടുതൽ. അത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും രസം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ശർക്കര ചേർക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ പുളിശ്ശേരികളിലാണെങ്കിൽ നമ്മൾ പഞ്ചസാരയെ ചേർക്കുള്ളൂ. ഇതിപ്പോൾ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കായം ചേർത്തതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ കായപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കായപ്പൊടി ചേർക്കാം. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് സാമ്പാർ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചു വിട്ടാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ കുറുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം കുറച്ചത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. വറവ് ചേർക്കുമ്പോൾ നമ്മൾ സാമ്പാർ അടുത്ത ബർണറിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വറവ് ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാറിൻ്റെ പ്രോസസ്സ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ വറവ് ചേർക്കുമ്പോഴുള്ളതേ ഉള്ളൂ. ഇതിലേക്ക് മല്ലിയിലയും ചേർത്തു. ഞാനിതൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മൾ വറവ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയിൽ നമ്മൾ ഉലുവയൊക്കെ ചേർത്തിട്ടാണ് സാമ്പാർ പൊടി ഉണ്ടാക്കിയത്. എങ്കിലും സാമ്പാറിന് വറവിടുമ്പോൾ കുറച്ച് ഉലുവ ചേർക്കുക. ഒരു 6-7 ഉലുവ ചേർക്കുക. അപ്പോഴേ സാമ്പാറിന് കറക്റ്റ് ആ ഉലുവയുടെ ടേസ്റ്റും എല്ലാം കൂടി പിടിച്ചു വരുമ്പോൾ നമ്മുടെ നാടൻ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുണ്ടാവും. പിന്നെ കുറച്ച് സാമ്പാറൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ 10 പേർക്ക് വരെ കഴിക്കാം. നമ്മുടെ വീട്ടിലുള്ള ആളുകൾ ഏത് രീതിയിലാണോ സാമ്പാർ കഴിക്കുന്നത് അതനുസരിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് ഉലുവ ചേർക്കുകയാണ്. ഒരു 6-7 ഉലുവ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർക്കുക. അതുപോലെ തന്നെ വറ്റൽമുളക്. ഇത്രയും ചേർത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർക്കുന്നത്.
ഇതെന്ന് വെച്ചാൽ നമ്മൾ പൊടികൾ ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇനി ചൂട് എണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ സാമ്പാറിൻ്റെ കളറിന് ഒരു ചെറിയ വേരിയേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ വറവ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള പ്രഷർ കുക്കർ സാമ്പാർ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സാമ്പാറിൻ്റെ പ്രോസസ്സ്. ഇതാ നമ്മുടെ സാമ്പാർ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തിക്കായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു തിക്നെസ് ഉണ്ടാവും ഈ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മുടെ വറുത്തരച്ച സാമ്പാറാണെങ്കിൽ ഈ ഒരു തിക്നെസ് ആയിരിക്കില്ല. അത് ഈ രീതിയിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ടുള്ള രീതിയാണ്. അതുപോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ള പ്രോസസ്സാണ്. കുറച്ച് ടഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാമ്പാർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി ഇഡ്ഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ ചേർത്തിട്ട് കഴിക്കുക. കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.